ഹലോ, ഇത് നമ്മുടെ ഡേ 3 ആണ്. ഡേ 3ൽ നമ്മൾ നാംചിലെത്തിയിട്ട് അന്ന് അക്ലമറ്റൈസേഷൻ ഡേയാണ്. അക്ലമറ്റൈസേഷൻ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. അന്ന് നമ്മൾ കുറച്ച് ക്ലൈംബ് ചെയ്യും. ഇത് അവിടുത്തെ ഒരു സ്കൂളായിരുന്നു കേട്ടോ. ഈ പിള്ളേരൊക്കെ ബാഗൊക്കെ ചുമന്ന് ഇത്രയും സ്റ്റെപ്പൊക്കെ കയറിയായി സ്കൂളിൽ വരുന്നത്. പിന്നെ കൂടുതൽ കുഞ്ഞു പിള്ളേരെയും ഇവരുടെ സിബ്ലിങ്സോ അല്ലെ അമ്മമാരോ ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ സ്റ്റെപ്പും കയറി സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഈ കൊച്ചിന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് കുറേ നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞത് നമ്മുടെ അക്ലമറ്റൈസേഷൻ ഡേയിൽ നമ്മൾ വെറുതെ ഇരിക്കത്തില്ല, നമ്മൾ കുറച്ച് ക്ലൈംബ് ചെയ്യും. അന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എവറസ്റ്റ് വ്യൂ പോയിൻ്റ് കാണാൻ പോകുമായിരുന്നു. പക്ഷേ എവറസ്റ്റ് വ്യൂ പോയിൻ്റ് അന്ന് കാണാൻ പറ്റിയില്ല. നല്ല ക്ലൗഡി ആയിരുന്നു. ഇത്രയും കണ്ടോ, താഴെ നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല സ്റ്റെപ്പ് കയറി അത്യാവശ്യം ഒന്ന് ക്ഷീണിക്കും. അപ്പം നമ്മൾ അന്ന് ഈ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട് കേട്ടോ, ഷേർപ്പ കൾച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അവിടെയാണെങ്കിൽ ഈ സാഗർമാത ഫൗണ്ടേഷൻ ടീമിൻ്റെയൊക്കെ ഒരു വീഡിയോ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം എവറസ്റ്റ് എന്ന് വെച്ചാൽ വേൾഡ്സ് ഹയസ്റ്റ് ഡംപ് യാർഡ് എന്നായിരുന്നു ലാസ്റ്റ് ഇപ്പോൾ പറയപ്പെട്ടത്. കാരണം അത്രയും വേസ്റ്റ് ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ വേസ്റ്റൊക്കെ കുറയ്ക്കാനായിട്ടും പിന്നെ ഒരു എഡ്യൂക്കേഷണൽ പോലൊരു വീഡിയോ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഒരു കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ 3D ആയിട്ട് നമുക്ക് എവറസ്റ്റ് കയറുന്ന ഫീല് കിട്ടും. ഒന്നാമത് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ ചെയ്ത് ഭയങ്കര ഫീല് വന്നിരിക്കുമ്പോഴാണ് ഈ 3D ആയിട്ട് നമ്മളെ എവറസ്റ്റിൻ്റെ മേളിൽ കൊണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് ഇവിടെ തരുന്നത്. അതിവിടെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അപ്പോൾ എവറസ്റ്റ് കയറാനായിട്ടുള്ള ഭയങ്കര മൂഡാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ആരുമില്ല, ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര സമാധാനം. ഇറങ്ങിവിടെ രസമാണ്. അങ്ങനെ നമ്മുടെ അക്ലമറ്റൈസേഷൻ ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ നാംചിയിൽ നിന്ന് ഡെബൂച്ചയിലോട്ട് പോവാണ്. പിന്നെ ഈ ട്രെയിനിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ കഴുത, കുതിര, യാക്ക്, ഇത് കാരണം ചില സമയത്ത് നമ്മളിങ്ങനെ ഫുള്ള് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു സൈഡിൽ ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് കുഴിയാണ്. അത് എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കുക. കുഴിയുടെ സൈഡിൽ ഇത് വരുമ്പോൾ നിൽക്കരുത്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഓടിച്ചാടി അങ്ങ് പോകും. തള്ളി വീഴാതെ സൂക്ഷിക്കുക. പിന്നെ ഈ കാണുന്നതിനകത്ത് കുറേ റോഡോഡെൻഡ്രോൺ പൂക്കളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞാൽ നമ്മൾ ഈ ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ ഒടിച്ചിട്ട് തേൻ കുടിക്കുന്നില്ലേ, അതേപോലെ ഇതിനകത്ത് ഒരു ഐറ്റം ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹൈ ആവും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ടീമിൽ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ട് ഹൈ ഒന്നും ആയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കണ്ടതാണ് ഗോക്യോ റൂട്ടും നമ്മുടെ നോർമൽ എവറസ്റ്റ് പോകുന്ന റൂട്ട്. മറ്റേത് ഗോക്യോ വഴി വേറൊരു റൂട്ടുണ്ട് കേട്ടോ ബേസ് ക്യാമ്പ് പോകാനായിട്ട്. നമ്മുടെ ട്രെക്കിലെ 12 ഡേയ്സിൽ മിക്കവാറും ഉള്ളവർക്കും ഒരു 3 ദിവസമാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. എൻ്റെ ടീമിലുള്ളവരെല്ലാം അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അതിലൊരു ദിവസമാണ് ഇത്, ഈ നമ്മൾ നാംചിയിൽ നിന്ന് ഡെബൂച്ചയിലോട്ട് പോകുന്ന ദിവസം. അന്ന് കുറച്ച് അത്യാവശ്യം ഡിസ്റ്റൻസും ഉണ്ട്, കുറച്ച് സ്റ്റീപ്പുമാണ്, കുറേ ക്ലൈംബ് ചെയ്യേണ്ടി വരും. അപ്പം ക്ലൈംബ് കുറച്ചുകൂടെ എനർജി ടേക്കിങ്ങാണ്. പക്ഷേ ഡിസെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ലാസ്റ്റ് നമ്മുടെ സ്റ്റേ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അടിപൊളി മൊണാസ്ട്രി ഉണ്ടായിരുന്നേ. അവിടെ മൊണാസ്ട്രിയിൽ ഒരാൾക്ക് കയറാനായിട്ട് 300 NPR ആയിരുന്നു ചാർജ്. പക്ഷേ ഇവിടെ അകത്ത് കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു മൊണാസ്ട്രിക്ക് അകത്ത് കയറി അവരുടെ ആ ഒരു പ്രെയർ കാണുന്നത്. ഒരു എന്തൊക്കെയോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ നല്ലൊരു മൈൻഡ് ഭയങ്കര ഒരു റിലാക്സിങ് പോലെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ. പിന്നെ നമ്മൾ ആ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരേ ഉള്ളായിരുന്നു നമ്മുടെ സ്റ്റേയിലോട്ട്. അത് മോസ്റ്റ്ലി ഡിസെൻറ്റുമായിരുന്നു. ആ ഒരു വഴിയും ഭയങ്കര രസമായിരുന്നു കേട്ടോ. 2 അപ്പുറം ഇപ്പുറം കുറച്ച് മരങ്ങളും നടുക്ക് ഇതേപോലെ ഈ കല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു വഴിയും, പിന്നെ ഇറങ്ങാനും എളുപ്പമായിരുന്നു. അവിടെ എത്തിയപ്പോൾ വീണ്ടും എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സന്തോഷം വരുന്നൊരു സന്തോഷം ഈ പോയിൻ്റ് എത്തിയപ്പോഴും വന്ന്. ഈ കാണുന്നതായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേ. ഈ ഡെബൂച്ചയിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഫസ്റ്റ് എവറസ്റ്റിൻ്റെ വ്യൂ കിട്ടുന്നത്. അന്ന് വൈകിട്ട് ഫുള്ള് ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ കണ്ടു. അന്ന് ഞങ്ങൾ ഇതേപോലെ മോമോസ്, പിസ്സ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിച്ചായിരുന്നു കേട്ടോ.
क्लियर हो गया. ये नाम क्या बताया इन्होंने? एक सेकंड सर आवे. हाँ. सन के साथ आ रहा है. അങ്ങനെ എൻ്റെ വലിയൊരു ഡ്രീമായ എവറസ്റ്റ് ഞാൻ നേരിട്ട് കണ്ടു. അയ്യോ അതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. കാരണം അന്ന് ഞാൻ പെട്ടെന്ന് വെളിയിറങ്ങി നോക്കിയപ്പോൾ ക്ലൗഡെല്ലാം മാറി. അപ്പോൾ ഗൈഡിനോട് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞത് ആ കാണുന്നതാണ് എവറസ്റ്റ്. അങ്ങനെ ഞാൻ എല്ലാവരും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ദേ എവറസ്റ്റിൻ്റെ ഫസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസമാണ്. അന്ന് നമ്മൾ ഡെബൂച്ചിയിൽ നിന്ന് ഡിംബോച്ചിയിലോട്ട് പോകാൻ പോവാണ്.